ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോരമയാണെങ്കിൽ ഗ്യാസ് കയറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ. ഹോ, ഈ അസിഡിറ്റി കാരണം ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചായയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരികയാണ്. ആൻറ്റി, ഈ ഫ്രൂട്ട്സും ചായയും കുടിക്കാവോ? ഹോ, എനിക്ക് അസിഡിറ്റി ആണെന്ന് അറിയില്ല, ഈ ചായ കുടിക്കാൻ പറ്റില്ല. ആൻറ്റി, അസിഡിറ്റി ആണെങ്കിൽ ഈ ചായയിൽ ഞാൻ കുറച്ച് ഗ്രീൻ ടീയുടെ ചായയിൽ കുറച്ച് തേൻ ഒഴിച്ചു തരാം. വേണ്ട വേണ്ട, അതൊക്കെ നീ അവിടെ വെച്ചോ. പിന്നെ നീ ഇതിലേക്ക് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോന്ന് എനിക്കെങ്ങനെ അറിയാം? ഒരു പ്രാവശ്യം നീ പായസം ഉണ്ടാക്കി അത് കരി പിടിപ്പിച്ച് തന്നു. അതിനുശേഷം നീ മരുന്ന്, അശ്വിന്റെ മരുന്ന് എനിക്ക് തന്ന് കൊല്ലാൻ നോക്കി. അതുപോലെ ഇതിലെന്തിനും ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യും, നീ ഇതൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അതിനുശേഷം ഞാൻ കുടിക്കാം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് വല്ലാത്ത വിഷമം തോന്നട്ടോ. മനോരമ വീണ്ടും പറഞ്ഞിട്ട് നിന്റെ അടുത്ത് കുടിക്കാനല്ലേ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നീ ചിലപ്പോൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ പ്രീതിയുടെ കണ്ണൊക്കെ നിറയാണ്. ശേഷം പ്രീതി അതിലിരിക്കുന്ന ചായ കുറച്ച് കുടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വേഗം ആകാശ് അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശ് ആ ചായ ഗ്ലാസ് മേടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്, ഇതിൽ പ്രീതി എന്തിന് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ കുടിച്ചു നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് അത് കുടിക്കുകയാണ്. രണ്ട് ഫ്രൂട്ട്സും കഴിക്കേണ്ട. അമ്മ, ഇതിലൊന്നും ഒന്നുമില്ല, ഇനി ദൈവത്തെ ഓർത്ത് പ്രീതിനെ ഉപദ്രവിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകുകയാണ്. എന്നപ്പ വർക്കിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ അശ്വിനും ശ്രുതിയുടെ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വീണ്ടും വീണ്ടും തുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ, ഞാനേ ഇവിടെ കുഞ്ഞിന്റെ ആ ഒരു ഗാർഡനില് കുറച്ച് ആര്യവേപ്പിലയും അതുപോലെ തന്നെ തുളസിയിലയും പനിക്കൂർക്കൊക്കെ ഇട്ടിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് തലയെ തേച്ച് പിടിപ്പിക്കാൻ വന്നതാണെന്ന് പറയാണ്. ഓ അതെയോ അഞ്ജലി ചേച്ചി, അത് ഞാൻ എടുത്തരാം എന്ന് ശ്രുതി പറയാണ്. അപ്പൊ ശ്രുതി മനസ്സിൽ വിചാരിക്കണം, ഇതെന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് ഒരു സഞ്ചി ഉണ്ട് കേട്ടോ, ഒരു ബിഗ് ഷോപ്പർ, അതിലേക്ക് കാല് തട്ടി വീഴാൻ പോണ പോലെ കാണിക്കുകയാണ്. അയ്യോ, ഇതൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പൊ അഞ്ജലി ചോദിക്കേണ്ടത്, അയ്യോ നീ എന്താ ശ്രുതി ഇതൊക്കെ ഇപ്പോഴും കിറ്റിലിട്ട് വെച്ചിരിക്കുന്നത്, നിനക്കിതൊക്കെ അലമാരി വെച്ചൂടെ, കുഞ്ഞിന്റെ അലമാരി എന്തോരം സ്ഥലമുണ്ട്, ഞാൻ വെക്കാം, സഹായിക്കാം എന്ന് പറയണം. അശ്വിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അതിനുശേഷം അഞ്ജലി പറയണ്ടേ, ഇതിലെല്ലാം ബ്ലാക്ക് ഷർട്ടാണ്, ഏതാണ് എങ്ങനെയാണ് ഒന്നും തന്നെ മനസ്സിലാവില്ല, എപ്പോഴും ബ്ലാക്ക് ഷർട്ട് മാത്രമേ ഈ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കോട്ടൊക്കെ മാറ്റിച്ചിട്ട് ശ്രുതിയുടെ ഡ്രസ്സൊക്കെ അവിടെ എടുത്തു വെക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിന്റെ ചെരുപ്പ് കൂടി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അശ്വിന്റെ ചെരുപ്പുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ശ്രുതിയുടെ ചെരുപ്പ് അവിടേക്ക് എടുത്തു വെക്കുവാണ് അഞ്ജലി. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം വരട്ടെ. ശ്രുതി ജയിച്ച പോലെ അശ്വിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അശ്വിന്റെ ദേഷ്യം വരുവാണ്. പിന്നീട് ശ്രുതി കാണിക്കുന്ന ഒരു പെട്ടിയാണ്. അഞ്ജലി ചേച്ചി, ഇതെന്താണെന്നറിയാവോ, ഇതാണ് എന്റെ മേക്കപ്പ് ബോക്സ്, ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തുറക്കുവാണ്. അതിൽ എണ്ണക്കുപ്പി, പൊട്ട്, ചാന്ത്, പൗഡർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ അശ്വിന്റെ അലമാരി നിരത്തി വെക്കുവാണ് ശ്രുതി. അശ്വിൻ അത് കാണുമ്പോഴേക്കും ദേഷ്യം വേണ്ട, നോക്കുമ്പോഴേക്കും പല പല കളറുള്ള ഡ്രസ്സുകളും ചുരിദാറുകളും എണ്ണക്കുപ്പിയും അതുപോലെ തന്നെ ഷാമ്പുവും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. തൊട്ടടിയിലാണെങ്കിൽ ചെരുപ്പുകളും നിരത്തി വെച്ചിട്ടുണ്ട്. അത് ലോക്കൽ ചെരുപ്പുകൾ നിരത്തി വെച്ചേക്കണത്. അശ്വിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്തെങ്കിലും ആവട്ടെ അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ശേഷം നമ്മുടെ ശ്രുതി പറയണ്ട്, അതെ അഞ്ജലി ചേച്ചി നിലത്തേക്ക് പോയിക്കോ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയണം. ശേഷം അവർ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കണം, ഹാവു അങ്ങനെ രണ്ടാമത്തെ കടമ്പ കടന്നു, അശ്വിന്റെ കബോർഡിലും അതുപോലെ തന്നെ അശ്വിന്റെ തുണി വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്കൊരു സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ അത് മാർക്ക് ചെയ്യണം. ശേഷം നമ്മുടെ ശ്രുതി അടുക്കളയിൽ പോയിട്ട് എണ്ണ ഉണ്ടാക്കുക കേട്ടോ. ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്, ഹോ മുമ്പൊക്കെ ഞാൻ എണ്ണ ഉണ്ടാക്കുമ്പോൾ അമ്മായിക്ക് എന്ത് ഇഷ്ടമായിരുന്നു, അമ്മായിയുടെ തലയിൽ മസാജ് ചെയ്യുമ്പോൾ അമ്മായി പറയും, ഹോ ശ്രുതി നിന്റെ കൈയിന്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, ഹോ അത് വേറെ എവിടെയും കിട്ടില്ല, ഞാൻ മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇന്ന് അഞ്ജലി ചേച്ചിക്ക് ഞാൻ ആ സുഖം അനുഭവിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അഞ്ജലി ചേച്ചി എപ്പോഴും പറയും, എനിക്ക് ശ്രുതി തന്നെ മസാജ് തന്നാൽ മതിയെന്ന്, എന്നുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ ശ്രുതി, നിന്റെ കൈക്ക് അത്ര സുഖമാണ്, എങ്കിൽ എനിക്കും കൂടി എണ്ണ തേച്ച് തരാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നേരെ മുകളിലേക്ക് പോവാട്ടോ. എന്നിട്ട് അഞ്ജലിക്ക് എണ്ണ തേച്ച് തല മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷ്യാമ ഇരിക്കുന്നുണ്ട് കസേരയില്. ഷ്യാമാണെങ്കിൽ ശ്രുതിനെ തന്നെ വായയും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകട്ടോ. അഞ്ജലി കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കണം. ഹായ് എന്ത് സുഖമാണ് ശ്രുതി ഇത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എണ്ണ തേക്കുമ്പോ കണ്ണടഞ്ഞു പോണു, ഉറക്കം വരുന്നു എന്ന് പറയുമ്പോ ശ്യാം പറയുന്നുണ്ട്, ആ എങ്കിലേ രാജകുമാരി നീ ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ്. ശ്രുതി ആ സമയത്ത് ശ്യാമിനെ നോക്കുമ്പോഴേക്കും ശ്യാം ആ സമയത്തൊക്കെ ശ്രുതിനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പല കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അഞ്ജലി കണ്ണടച്ചത് ആസ്വദിക്കുകയാണ്. ശ്യാമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെ തന്നെ വായം പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം മസാജ് കഴിയുമ്പോഴേക്കും അഞ്ജലി പറയണ്ടിന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കി ശ്രുതി, അല്ലെങ്കിൽ കയ്യിൽ എണ്ണമെഴുക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം ടിഷ്യൂ പേപ്പർ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വേണ്ട എന്ന് ശ്രുതി പറയുമ്പോൾ എടുത്തോളൂ എന്ന് ശ്യാം പറയാണ്. അങ്ങനെ ശ്രുതി ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോകുമ്പോഴേക്കും ശ്യാം ശ്രുതിയുടെ കയ്യിൽ പതുക്കി ഒന്ന് ഒരസുവാട്ടോ. ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുകയാണ്. എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. നിലത്തേക്ക് ഇറങ്ങുന്ന ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ശ്യാമിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ.
ശേഷം അശ്വിൻ വർക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റൂം കാണുമ്പോൾ ഞെട്ടിപ്പോവാണ്. അശ്വിൻ വാതിൽ തുറക്കുമ്പോൾ ചിലിജില ചിലിജില ഒരു ഒച്ച കേൾക്കുവാട്ടോ. ഇതെന്താ ഈ ഒച്ച കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വാതിലിൽ നോക്കുമ്പോഴേക്കും വാതിൽ മറ്റേ സാധനം ശ്രുതി വെച്ചിരിക്കുകയാണ്. അതായത് കാറ്റ് വരുമ്പോഴേക്കും ചിലി 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 എന്ന് ഒച്ച കേൾക്കുന്ന ഒരു സംഭവം ഇല്ലേ, അത് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും കട്ടിലാണെങ്കിൽ രണ്ട് ഭാഗമായിട്ട് മുറിച്ച് വെച്ചിരിക്കുക, അതായത് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അശ്വിനെ കിടക്കാനും ഒരു ഭാഗത്ത് ശ്രുതിക്ക് കിടക്കാനും. അശ്വിന്റെ ഭാഗം നീല കളറും ശ്രുതിയുടെ ഭാഗം പിങ്ക് കളറും അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ശ്രുതിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ശ്രുതിയുടെ ഭാഗത്താണെങ്കിൽ അതായത് ഒരു ഭാഗത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അശ്വിന് ഒരു പൂരപ്പറമ്പ് കാണുന്ന പോലത്തെ ഒരു പ്രതീതിയായിട്ടോ. ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. ആ ഒച്ച കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ വന്നിട്ടുണ്ടാവുന്നു. എങ്ങനെയുണ്ട് ഈ സംഭവം? നിങ്ങൾ വാതിൽ തുറന്നപ്പോൾ ആ ഒച്ച കേട്ടപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നില്ല. ഇത് എന്തിനാ വെച്ചെന്നറിയാവോ? ഒരു ഭംഗിയല്ലേ. അത് മാത്രമല്ല നിങ്ങൾ എപ്പോഴാ വരുന്നത് എനിക്ക് അറിയാൻ വേണ്ടി കൂടിയാണ് വെച്ചത്. ഇത് എന്തൊക്കെയാ ശ്രുതി എന്ന് പറയുമ്പോൾ അയ്യോ ഇത് മറിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സൽമാൻ ഖാന്റെ, അതായത് ഹിന്ദിയിൽ സൽമാൻ ഖാന്റെ ഫോട്ടോയാണ് നമ്മുടെ ശ്രുതി മതിലിൽ ഒട്ടിച്ചു വെക്കണത്. അപ്പൊ അശ്വിൻ ചോദിക്കുന്നത് എന്താ ഇത് ഒട്ടിച്ചു വെച്ചേക്കണത്? ഇതോ ഇദ്ദേഹത്തിന് അറിയില്ല സൽമാൻ ഖാൻ, അതെനിക്കറിയാം. അതെന്താ ഇവിടെ ഒട്ടിച്ചു വെച്ചേക്കണത്? എനിക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് ശ്രുതി അത് പശയം വെച്ചൊക്കെ ഒട്ടിച്ചു വെക്കാണ്. ശ്രുതി നീ എന്തായി കാണിക്കണത്? നിനക്ക് വട്ടാണോ? എനിക്ക് ഈ രണ്ട് നക്ഷത്രം കൂടി തൂക്കണം. അത് എവിടെ തൂക്കുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പൊ നോക്കിക്കേ, ഈ ഭാഗത്ത് നിങ്ങളുടെ വശം, ഈ ഭാഗത്ത് എന്റെ വശം. നിങ്ങളുടെ ഭാഗം ഈ അതുപോലെ തന്നെ വിൻഡോ അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്തെ വിൻഡോ നിങ്ങൾക്കും ഒരു ഭാഗത്തെ വിൻഡോ എനിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? സമയത്ത് അശ്വിന് എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വേഗം തന്നെ അവിടെ നിന്നൊരു പുതപ്പും അതുപോലെ പുതപ്പെടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പോകും. അപ്പോഴേക്ക് ശ്രുതി തലോണ കൊടുക്കണ്ട. അയ്യോ പുതപ്പ് മാത്രം കൊണ്ടുപോയില്ലേ, തലോണയും കൂടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് തലോണ കൊടുക്കാണ്. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ പുതപ്പും തലോണയും വെച്ചിട്ട് ബാൽക്കണിയിലാണ്ടോ കിടന്നുറങ്ങണത്. ശ്രുതി സുന്ദരമായിട്ട് കട്ടിലേ കിടന്നുറങ്ങുന്നുണ്ട്. ഭയങ്കര സുഖമായിട്ട് ശ്രുതിക്ക്. രാവിലെ ആകുമ്പോഴേക്കും ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹാവു എന്തൊരു നല്ല ഉറക്കമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയറി എടുത്തിട്ട് എഴുതി വെക്കുവാണ്. അങ്ങനെ അശ്വിന്റെ കട്ടിൽ ഞാൻ കിടന്നുറങ്ങി, എന്തൊരു സുഖമാണ് കിടന്നുറങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഡയറിയിൽ ടിക്കിട്ട് വെക്കുവാണ്. ശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ രാവിലെ പതുക്കെ എഴുന്നേക്കുമ്പോഴേക്കും ഭയങ്കര ഒച്ചപ്പാട്ടോ. ടിവിയിൽ ഭയങ്കര ശബ്ദത്തിൽ എന്തോ വെച്ചിരിക്കുകയാണ് ശ്രുതി. ഓഫ് ഇത് എന്താ ഇവള് വെച്ചിരിക്കണത് എന്ന് പറഞ്ഞിട്ട് അശ്വിനി എന്താ ശ്രുതി അത് എന്ന് പറയുമ്പോഴേക്കും അത് വേറൊന്നല്ല, വാരഫലമായിട്ടോ. ശ്രുതി രാവിലെ തന്നെ ഒച്ചത്തിൽ വാരഫലം കേട്ടോണ്ടിരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും അതോ ഇത് വാരഫലമാ, ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്നൊക്കെ കേൾക്കാൻ വേണ്ട, നിനക്ക് കേൾക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്റെ റൂമിൽ TV ഓൺ ചെയ്യാ നിന്നോട് താരാ പറഞ്ഞത്? ഇത് എന്റെ റൂമും കൂടിയല്ലേ ഇപ്പൊ? അങ്ങനെയല്ലേ അഞ്ജലി ചേച്ചി പറഞ്ഞത്, നിങ്ങളും പറഞ്ഞല്ലോ ഭർത്താവിന്റെ റൂം ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ പറയണ്ട് മര്യാദക്ക് സൗണ്ട് കുറയ്ക്ക് എന്ന് പറയാണ്. ശ്രുതി പറയണ്ടേ അത് കേട്ട് നോക്കട്ടെ, നിങ്ങളുടെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ വാരഫലത്തിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ശ്രുതി അത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കണ്ടോണ്ടിരിക്കുകയാണ്. അശ്വിൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആ റൂം ആകെ അലങ്കൂലിട്ട് കിടക്കുവാട്ടോ. അവിടെ ഒരു സാധനം തൂക്കിയിട്ടേക്കണു, ഇവിടെ കുറെ സാധനങ്ങൾ തൂക്കിയിട്ടേക്കണു, അവിടെ നിറച്ചു നിരത്തിയിട്ടേക്കണു, തുണികളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണ്. അശ്വിനാണെങ്കിൽ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാട്ടോ. നല്ല അടിപൊളി ഭാഗമാട്ടോ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ ഉടുനീളം കാണാനുള്ളത്. മാത്രമല്ല അടുത്ത ആഴ്ചയൊക്കെ നല്ല സൂപ്പറാണ്. ഇനി അങ്ങോട്ട് അടിപൊളി ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കരച്ചിലും സങ്കടം പറച്ചിലും ഒന്നും തന്നെയില്ല. നല്ല റൊമാൻറ്റിക് ഭാഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് കുസൃതികളുണ്ട്. അങ്ങനത്തെ ഭാഗങ്ങൾ ഇനി എപ്പോഴും കാണാൻ കിടക്കണം. അതിലൂടെ ഷ്യാമിനെ പണി കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ശ്രുതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.